തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയതിൽ വീഴ്ച സംബന്ധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർക്ക് ഗുരുതരമായ വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്ന് നിയമസഭയിൽ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സബ്മിഷനാണ് ആരോഗ്യവകുപ്പ് മന്ത്രി ഈ രീതിയിൽ മറുപടി പറഞ്ഞത്. തുടർച്ചയായ രണ്ടാം ദിവസമാണ് ചികിത്സാ പിഴവിലെ 24 വാർത്ത നിയമസഭയിൽ ചർച്ചയായത്. ചികിത്സാ പിഴവ് മൂലം ദുരിതമനുഭവിക്കുന്ന യുവതിക്ക് നഷ്ടപരിഹാരം അനുവദിക്കുന്നതിനും തുടർ ചികിത്സ ഉറപ്പാക്കുന്നതിനും ആവശ്യപ്പെട്ട് ഞാൻ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ഇതിലൊരു അനുകൂലമായ നടപടി സ്വീകരിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയാ പിഴവ് സംബന്ധിച്ച 24 വാർത്ത വീണ്ടും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് മറ്റു നടപടികളിലേക്ക് കടക്കാമെന്ന് ആരോഗ്യമന്ത്രി മറുപടി നൽകി. ഡോക്ടർക്ക് ഗുരുതര വീഴ്ചയുണ്ടായി എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി നടപടിയുണ്ടാകുമെന്ന സൂചനയും നൽകി. അത് ചെയ്ത ഡോക്ടർക്ക് ആ ഭാഗത്തു നിന്ന് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായിട്ടുള്ളതായിട്ടാണ് മനസ്സിലാക്കുന്നത്. അതിൽ സമിതി റിപ്പോർട്ട് തേടി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൽ കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കും. നിയമസഭയിലെ ചോദ്യത്തിനുള്ള മറുപടിയിൽ യുവതിയുടെ പേരുവിവരങ്ങളും രോഗവിവരങ്ങളും വെളിപ്പെടുത്തിയത് സ്വകാര്യതയുടെ ലംഘനമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. പരിശോധിക്കാമെന്ന് സ്പീക്കർ എൻ ഷംസീർ അറിയിച്ചു. ചികിത്സാ പിഴവിൽ വൈകിയെങ്കിലും ആരോഗ്യമന്ത്രി വീഴ്ച സമ്മതിച്ചെന്നും ഡോക്ടർ രാജീവ് കുമാറിനെതിരെ എത്രയും വേഗം നടപടിയുണ്ടാകണമെന്നും യുവതി ആവശ്യപ്പെട്ടു. എന്തായാലും നടപടി എടുക്കണം. എന്തെങ്കിലും നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകും. ഉടനെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉടനെ ഒരു തീരുമാനം ഉണ്ടാക്കുമെന്നാണ് പറഞ്ഞത്. ഇതുവരെയ്ക്കും അവിടെ ഒന്നും ഒരു അറിയിപ്പ് നമുക്ക് വന്നിട്ടില്ല. 2023 തൈറോയിഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.